ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് ഈ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കണ്ടിച്ച് ഒരു ഹെയർ മേക്ക് ഓവർ ചെയ്യാം. എൻ്റെ മുടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഡ്രൈ ഹെയർ, സ്പ്ലിറ്റ് എൻഡ്സ്, അതുപോലെ ഓവർ ഡ്യൂ ആയിട്ടുള്ള കളർ. ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. പോരാത്തതിന് നല്ല അടിപൊളിയായിട്ട് ഹെയർ ഫോളും. അപ്പോൾ എനിവേസ് നമുക്ക് ഇന്നത്തെ എൻ്റെ പ്ലാൻ ഈസ് ഒരു ഹെയർ കട്ട്, ഹെയർ കളർ ആൻഡ് ഒരു ഹെയർ സെറ്റിംഗ്. ഞാനിത് ആദ്യമായിട്ട് പോകുന്നതാണ് ഈ ഒരു ഹെയർ ഡ്രസ്സറിൻ്റെ അടുത്ത്. ഇതൊരു ഹോം സലോൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേനും ഞാൻ വിചാരിച്ചതിനെക്കാട്ടി ഭയങ്കര വലിയ സെറ്റപ്പായിരുന്നു. ഫുൾ ഒരു പ്രോപ്പർ ഒരു സലോൺ തന്നെയാ. എനിവേസ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ നമ്മുടെ സ്വന്തം ചാറ്റ് ജിപിറ്റിയോട് കുറച്ച് സജഷൻസ് ഒക്കെ ചോദിച്ചു. നേരത്തെ റിസർച്ച് ചെയ്യുന്നത് വലിയ ശീലമില്ലാത്ത കാര്യമായതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് ഒരു സംഭവം. അപ്പം ഇത് തന്നെ പറഞ്ഞത് ഒരു വാം കാരമൽ ബാലിയാജ് ഒക്കെ ആയിരിക്കും എൻ്റെ ഫേസിന് ഏറ്റവും മാച്ച് എന്നും, പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്റ്റൈലിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കൺസൾട്ടേഷൻ തുടങ്ങി. എനിക്ക് വേണ്ടിയ സംഭവമൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേനും ഒരു $500-600 അവർ ആദ്യം കോട്ട് ചെയ്തത്. എനിവേസ് എനിക്ക് അത്രയ്ക്കൊന്നും ബഡ്ജറ്റ് ഇല്ലായിരുന്നു. അപ്പൊ എൻ്റെ മുടി പോലെ തന്നെ നമുക്ക് ചെയ്യുന്ന പാക്കേജസും കുറെ വെട്ടിക്കണ്ടിച്ച് ഒരു ഹാഫ് ഹെഡ് ഫോയിൽസ് വിത്ത് എ ഹെയർ കട്ട് ആൻഡ് എ സെറ്റ്, അതാണ് ഞാൻ ഉറപ്പിച്ചത്. ബട്ട് ഓണസ്റ്റ്ലി ഞാൻ എവിടെ പോയാലും ആദ്യം തന്നെ റേറ്റ് ചോദിക്കും. അതിന് വലിയ ചമ്മലോ നാണക്കേടോ ഒന്നും ഞാൻ നോക്കില്ല. കാരണം നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ട്. ആ ബഡ്ജറ്റിന്റെ ഉള്ളിൽ നമ്മുടെ ഈ പറയുന്ന സെൽഫ് കെയർ ഒക്കെ ചെയ്താൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്കം. ഐ എം ഓണസ്റ്റ്ലി വെരി ഹാപ്പി. എനിക്കൊരു ഭയങ്കര ഫ്രഷ് ഫീലാണ്. ഒരു ന്യൂ ഹെയർ കട്ട്, ന്യൂ പേഴ്സൺ ഫീലൊക്കെയാണ്. വാട്ട് ഡു യു ഗൈസ് തിങ്ക്? അപ്പോൾ എനിവേസ് നമുക്കൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാൻസിഷൻ കൂടെ കണ്ടാലോ?